ഹലോ, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോവുകയാണ് കേട്ടോ, എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. പറയേണ്ട ആവശ്യമില്ലല്ലോ, പൊന്നാനി. ഇനി പുതുതായിട്ട് ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ആണ് കേട്ടോ ഞാൻ എൻ്റെ വീട് പൊന്നാനിയാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറേ ആയി ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് ഒരു ലോങ് വീഡിയോ ആവട്ടെ എന്ന് കരുതി. അപ്പം ഞാനും ഉണ്ണിക്കുട്ടനുമാണ് ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അതേപോലെ കാലത്ത് നേരത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഏട്ടനാണ് ഞങ്ങളെ കൊടുന്നാക്കാൻ വന്ന ബസ്സിലേക്ക്. നേരിട്ട് നമുക്ക് ഇവിടുന്ന് ബസ്സുണ്ട് കേട്ടോ. അത് നമ്മുടെ പൊന്നാനിക്ക് ത്രൂ ബസ് തന്നെ ഒരു 4:45 ഒറ്റപ്പാലത്തുനിന്ന്. ഞാനും ഉണ്ണിയാണ് കേട്ടോ ഇന്ന് പോകുന്നത്. അപ്പോൾ ഏട്ടൻ ഞങ്ങളെ ബസ് കയറ്റാൻ വേണ്ടി വന്നു. എന്നിട്ട് പിന്നെ ബസ് എങ്ങോട്ട് നീങ്ങാൻ തുടങ്ങിയതും ഉണ്ണിക്കുട്ടൻ സങ്കടപ്പെടാൻ തുടങ്ങി. ബസ്സിലാണെങ്കിലോ ഒരു സങ്കടപ്പെടുന്ന ഒരു സോങ്ങും കൂടിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പറയും വേണ്ട, അവൻ ആകെ ഡസ്പായി. പിന്നെ യാത്രയുടെ വേളകൾ സന്തോഷമാക്കാൻ വേണ്ടിയിട്ട് ചെറിയ മധുരം എന്തെങ്കിലും കയ്യിൽ വെക്കാറുണ്ട്. ഇപ്രാവശ്യം ഏട്ടുള്ളതുകൊണ്ട് ഉണ്ണിക്കുട്ടൻ ഏട്ടനെ അങ്ങോട്ട് പറ്റിച്ചിട്ട് കിൻഡർ ജോയ് ആണ് കേട്ടോ മേടിച്ചത്. എൻ്റെ കൂടെ വരുമ്പോൾ ഞാൻ അത് മേടിച്ച് കൊടുക്കാറില്ല. എന്നാലും കിൻഡർ ജോയിന്ന് ഞാനും കുറച്ച് എടുത്തു കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് നമ്മളും അറിയണ്ടേ. ഈ ഒരു വ്ളോഗ് ചെയ്യാൻ തന്നെ ഏറ്റവും വലിയ കാരണം ഒരുപാട് പേരുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ചായിട്ട് വ്ളോഗിങ് കണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. റീൽസോ ഷോർട്സോ ഒക്കെ ചെയ്യുന്നത് ഒരുപാട് പേര് കേട്ടോ. എങ്ങനെ വന്നാലും ഒരു 10-15 പേരെങ്കിലും ഡയറക്റ്റായിട്ടും അല്ലെങ്കിൽ ഇൻഡയറക്റ്റൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് വീഡിയോസ് ഇല്ലല്ലോ എന്ന്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിട്ടോ. ഞാൻ ഈ ഒരു ജേണി തുടങ്ങിയിട്ട് 3 വർഷമായെങ്കിലും നമ്മളിങ്ങനെ സ്റ്റോപ്പ് ചെയ്തപ്പോൾ പോലും നമ്മളെ വന്ന് തിരക്കാനും അന്വേഷിക്കാനും ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അവർക്കൊക്കെ ബിഗ് ഹായ് തന്നെയാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മുടെ ഈ ചാനലിലുള്ള വ്ളോഗിങ് ഒന്നും ഞാൻ നിർത്തിയിട്ടില്ല. എന്തായാലും ഇതിങ്ങനെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫാമിലിയിൽ ഇനി ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വ്ളോഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങളപ്പം വെയിറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ കുണ്ടുകടവ് ജംഗ്ഷൻ എത്തി, എന്ന് വെച്ചാൽ എൻ്റെ പൊന്നാനി എത്തി. അവിടെ വന്നതും പള്ളിയും ആ ഒരു നാടൊക്കെ കണ്ടപ്പോൾ തന്നെ വളരെ ആശ്വാസം തോന്നി കേട്ടോ. പിന്നെ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യായിരുന്നു. അമ്മ എത്താൻ വൈകിട്ടുണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് നോമ്പ് തുറയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ വന്ന് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതും വാങ്ക് കൊടുത്ത് അവർ നോമ്പ് തുറക്കണ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. എന്താണെന്ന് വെച്ചാൽ ഇത് കാണാൻ പറ്റുക എന്നുള്ളത് തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു ഫീലായിരുന്നേ. പിന്നെ ഉണ്ണിക്കുട്ടൻ നിൽക്കണ നേരം ഭയങ്കര കളിയായിരുന്നു. ഞാനും അമ്മയും എല്ലാവരും വീടെത്തിയതും ഞങ്ങളെ കണ്ടതും കണ്ണൻ വീട്ടിലേക്ക് വന്നു കേട്ടോ. എനിക്ക് ചെറുതായിട്ട് വയ്യായി കാര്യങ്ങളൊക്കെ ഉണ്ട്. എപ്പോഴും അതൊക്കെയാണ് വീഡിയോ ഒന്ന് സൈഡായി പോകാനുള്ള വേറൊരു കാര്യം കൂടി. വന്നതും വീട്ടിലേക്ക് വരുന്നതിൻ്റെ 2 ദിവസം മുന്നേ അല്ലെ തലേ ദിവസം വിളിച്ചു ചോദിക്കും എന്താണ് കഴിക്കാൻ വേണ്ടതെന്ന്. അപ്പം നമ്മൾ വോയിസ് ഉണ്ണിയും ഞാനും പാടെ അയച്ചത് ഞാനതിൽ ചേർക്കാം കേട്ടോ. ചിക്കൻ വറുത്തത് വേണം, പിന്നെ ബീഫ് ബിരിയാണി, മസാല കുറച്ചിട്ടുള്ള കറികൾ മതിയല്ലോ, പ്രോൺ റൈസ് ഒന്നും വേണ്ട. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വരുന്നത്. വീട്ടിൽ വന്നാൽ ഇങ്ങനെയാണ് നമ്മുടെ അനിയനെ കൊണ്ട് നമ്മൾ പണിയെടുപ്പിക്കുക എന്ന് പറയില്ല, അതൊക്കെ തന്നെയാണ് കേട്ടോ. അവനാണ് എനിക്ക് വിളമ്പി തരുന്നത്. ഞാൻ പൊറോട്ട, ചിക്കൻ വറുത്തതൊക്കെ ആയിരുന്നു നമ്മുടെ വോയിസിലുള്ള പോലെ തന്നെ. അപ്പോൾ ഇതാ ഭക്ഷണം കഴിക്കാൻ കേട്ടോ. പൊറോട്ടയും ചിക്കൻ കറി എൻ്റെ ഫേവറേറ്റാണ്, 1 ഓഫ് ദ ഫേവറേറ്റ് തന്നെ പറയാം. ചിക്കൻ വറുത്ത വലിയ കാര്യമില്ലെങ്കിലും അത് ഉണ്ണിക്കുട്ടനാണ് ഇഷ്ടം കേട്ടോ. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും കൂടെ ഇരുന്ന് നല്ല ഹാപ്പി ആയി. പിന്നെ കുറച്ച് നേരം വർത്താനം പറഞ്ഞു. പിന്നെ എന്നെ പിന്നെയും സർപ്രൈസ് ആക്കാൻ എൻ്റെ സേമിയ പായസം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. സേമിയ പായസം പറഞ്ഞത് സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അമ്മ അതും കൂടി ഉണ്ടാക്കണം എന്നുള്ളത്. പിന്നെ ഉള്ളൊരു ഫ്രൂട്ടാണ് മൽബറി. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള പട്ടുനൂൽപ്പുഴു ഇതിൻ്റെ ഇലയൊക്കെ കഴിച്ചിട്ടാണ് വളരുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെയാണ് മൽബറി. ഈ ഒരു മൽബറി ഫ്രൂട്ടാണ് കേട്ടോ. എല്ലാവർക്കും ഇത് ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. അടിപൊളിയാണ് കേട്ടോ. ഷുഗർ കൺട്രോൾ ചെയ്യും, ചീത്ത കൊളസ്ട്രോൾ മാറ്റും, പിന്നെ വൈറ്റമിൻ സി, ഫൈബർ, അങ്ങനെ ഒരുപാട് കണ്ടൻസ് ഉണ്ട്. അപ്പോൾ ഇതും കഴിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ വ്ളോഗിങ് നിർത്തുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.